നമസ്കാരം, എല്ലാവർക്കും വിൻമൈ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് എളുപ്പത്തിലൊരു സോയ കബാബ് ഉണ്ടാക്കാം. അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തെല്ലാം നോക്കാം. ഞാനിവിടെ 100 ഗ്രാം സോയാബീൻ എടുത്തിട്ട് ഒരു തിളക്കുന്ന വെള്ളത്തിലിട്ടിട്ട് ഒരു അരമണിക്കൂർ കുതിർത്ത് വെച്ചതാണിത്. പിന്നെ ആവശ്യത്തിന് ഓയിൽ, വറുക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ, ഒരു സവാള ചെറുതായി അരിഞ്ഞിട്ടുണ്ട്, 1 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്, കുറച്ച് മല്ലിയിലയും പുതിനയിലയും, പിന്നെ 3 പച്ചമുളക്, ഒരു പീസ് ഇഞ്ചി, 1 ഇഞ്ചിൻ്റെ പീസിൽ ഇഞ്ചി, ഒരു 5-6 വെളുത്തുള്ളീൻ്റെ അല്ലി എടുത്തിട്ടുണ്ട്, 3 ടേബിൾ സ്പൂൺ മൈദ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂണ് ഗരം മസാല, 1 ടീസ്പൂണ് ചാട്ട് മസാല. ഇത്രയാണ് ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ. നമുക്ക് ആദ്യം തന്നെ ഇതെല്ലാം ഒന്ന് അരച്ചെടുക്കണം. നമ്മൾ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും, പിന്നെ നമുക്ക് ഈ സോയാബീൻ നന്നായിട്ടൊന്ന് വെള്ളം പിഴിഞ്ഞെടുക്കണം, നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. വെള്ളം ഇല്ലാണ്ട് ഇങ്ങനെ ഇതും ഫുള്ളായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒരു തരിതരിപ്പായിട്ട് അരഞ്ഞു പോറ് തരിതരിപ്പായിട്ട് അരച്ചെടുക്കാവുന്ന. അപ്പോൾ ഞാൻ ഇതുപോലെ തരിതരായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം, ചാട്ട് മസാല, ഗരം മസാല, പെരുംജീരകപ്പൊടി, പിന്നെ സവാള. ഇതും ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നമുക്ക്. ഇതിലേക്ക് കുറച്ച് മൈദ ഇട്ടിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ട് ഒന്ന് ഉരുട്ടി എടുത്തിട്ട് ഇതുപോലെ ആക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് ഷേപ്പാക്കി കൊടുത്തിട്ട് ഒരു കബാബിൻ്റെ ഷേപ്പിൽ നമുക്ക് ഏതാ ഷേപ്പ് വേണ്ട അതിലാക്കാം. ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാം. ഞാൻ ഇതുപോലെ ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂർ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇത് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യുന്നത്, ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. നല്ല സാവധാനം വെച്ച് കൊടുക്കണത്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കേണ്ടിട്ട്. ഒരു 3-4 മിനിറ്റ് നമ്മൾ ഒരു ഭാഗം തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ഭാഗം നല്ലോണം ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ഭാഗം ഇതായിട്ട് ഉണ്ട്, നമുക്കിതൊന്ന് മെല്ലെ തിരിച്ചിട്ട് കൊടുക്കാം. അടുത്ത ഭാഗം നമുക്കിതുപോലെ തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അല്ലെങ്കിൽ ശരിക്കും ഒന്നിങ്ങോട്ടൊന്ന് ഉള്ളൊന്നും വെന്ത് കിട്ടൂല നമുക്ക്. കബാബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ 5 മിനിറ്റ് വീതം 2 ഭാഗം നന്നായിട്ട് പൊരിച്ചെടുത്തതാണിത്. നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ സോയ കബാബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഒരു കബാബാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കെല്ലാം ആക്കി കൊടുക്കണം ഇടയ്ക്ക് ഇത്, കാരണം നല്ല പ്രോട്ടീനിലുള്ള സാധനമാണ് നമ്മളെ സോയ കബാബ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും എല്ലാം ചെയ്യണേ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കൂടി വേണം. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.